അല്ല, എക്സിറ്റ് പോളിൻ്റെ കാര്യത്തിൽ ദേശീയ മാധ്യമങ്ങൾക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അവർ ഇത്രയും കാലം നടത്തിയ പ്രചാരണത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഫലം വരാൻ പോകുന്നത് എന്ന് 16-ാം തീയതി വരെയെങ്കിലും പിടിച്ചു നിൽക്കേണ്ടത് ആ മാധ്യമങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ അതിനനുസരിച്ച് പറയും. ഇങ്ങനെ പറയുമ്പോൾ സുരേഷ് ബാബു താങ്കൾ കാടടച്ച് വെടിവെക്കുകയാണ്. കാരണം താങ്കൾ കൃത്യമായ ഒരു പോയിന്റിലേക്ക് എത്തുന്നില്ല. താങ്കൾ പറയുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല, ദേശീയ മാധ്യമങ്ങൾ ഏത് തരത്തിലാണ് പ്രചാരണങ്ങൾ നടത്തിയതെന്ന് നമുക്കറിയാം. ഇതെല്ലാം വളരെ വേഗമായിട്ടുള്ള ആൻസറാണ്. താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഉത്തരങ്ങളാണ്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ BJPക്ക് കിട്ടുമെന്ന് പറയപ്പെടുന്ന 45 മുതൽ 53 വരെ സീറ്റിൽ അവിടെ എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? ബീഹാറിൽ BJPക്ക് കിട്ടും എന്ന് പറയപ്പെടുന്ന, BJPക്കും കൂട്ടർക്കും കിട്ടുമെന്ന് പറയപ്പെടുന്ന 21 മുതൽ 27 വരെ സീറ്റ്, അവിടെ എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ പറയൂ താങ്കൾ. ഞാനതിലേക്ക് വരാം ഗോപി കൃഷ്ണ, ഒരു ദയവ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ഞാൻ പറയട്ടെ. താങ്കൾ തന്നെ സൂചിപ്പിച്ചു കൊണ്ടുവന്ന്, ഞാനത് പറയാൻ നേരത്തെ ഇരുന്നതാണ്, താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു ഇതിൻ്റെ സാങ്ക്ടിറ്റിയെക്കുറിച്ച്. 15 സീറ്റിൽ ഞങ്ങൾ മത്സരിച്ച കേരളത്തിൽ 16 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് താങ്കൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അത്തരം പ്രവചനം നടത്തിയ മാധ്യമങ്ങളുടെ പ്രവചനത്തിനെ അടിസ്ഥാനമാക്കിയുമാണ് ഞാൻ പറഞ്ഞത് അതിൽ കണ്ടൊരു ഫാക്റ്റാണ്. അത് കോൺഗ്രസിനോ സുരേഷ് ബാബുവിന് അനുകൂലമായ രീതിയിൽ എടുത്ത് ഉപയോഗിക്കേണ്ട. താങ്കൾ പറയൂ, താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? താങ്കൾ കാണുന്നത് എന്താണ്? ഞാനത് പറയാൻ എൻ്റെ മുമ്പിലുള്ള നോട്ട്ബുക്കിൽ ഞാനത് നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനത് പറയാൻ ഉദ്ദേശിച്ചതാണ്. ഇതിനൊരു സാങ്ക്ടിറ്റിയുമില്ല. നിങ്ങളിത് പറയുന്നതിന് മുമ്പ് ഒരു അടിസ്ഥാനമുണ്ടല്ലോ. ഞാൻ പറയാം, ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും ഞാൻ വരാം. ഉത്തർപ്രദേശിലും ബീഹാറിലേക്കും വരുന്നതിന് എനിക്കൊരു മടിയുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എന്താണ് ഇതിൻ്റെ സാങ്ക്ടിറ്റി? കഴിഞ്ഞ 4 മാസമായി തുടർച്ചയായി UPAക്കെതിരെ, കോൺഗ്രസിനെതിരെ പ്രചരണം നടത്തിയിരിക്കുന്ന മാധ്യമങ്ങൾ ഇന്ന് വീണ്ടും അത് കോൺഗ്രസിന് അനുകൂലമായിരിക്കുമെന്ന ഒരു പ്രവചനമുണ്ടാകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? സാമാന്യമുള്ള ഒരാൾക്ക് അതിനകത്ത് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് 16-ാം തീയതി വരെ പറയാൻ കഴിയും. ഇനി യുപിയിൽ 57 സീറ്റിൽ BJP ജയിക്കുമെന്ന് പറയുന്ന കണക്കിൻ്റെ അടിസ്ഥാനവും ആധാരവും എവിടെയാണ്? അവിടെ കോൺഗ്രസോ BJPയോ നേരിട്ട് മത്സരിക്കുന്ന രാഷ്ട്രീയ സഖ്യമുള്ളൊരു പ്രദേശമല്ല. അവിടെ BSP ഉണ്ട്, അവിടെ SP ഉണ്ട്, അതേപോലെ തന്നെ മറ്റ് കക്ഷികളും മത്സരരംഗത്തുണ്ട്. ആ മത്സരരംഗത്തുള്ള കക്ഷികൾ, ഒരു കക്ഷി ഭരിക്കുന്നതാണ്, SP അവിടെ ഭരണകക്ഷിയാണ്, BSP അവിടെ കഴിഞ്ഞ ഭരണകക്ഷിയായിരുന്നു. അവരെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് BJP അവിടെ അമിത്ഷായെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിൻ്റെ പേരിൽ ജയിച്ച് കയറിക്കളിയാമെന്നുള്ള വ്യാമോഹം വെക്കുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിന് പറ്റിയതാണോ? ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ എഴുതി തീർത്തു. അത് RJDയുടെ തിരിച്ചുവരവിന് കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇവിടെ പറഞ്ഞ ശിവൻ ജോസഫ് പറഞ്ഞിരിക്കുന്നല്ലോ, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പരാമർശത്തെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹവും പറഞ്ഞല്ലോ. ഞാനൊരു രാഷ്ട്രീയത്തിൽ ബയാസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കാം, പക്ഷേ അദ്ദേഹം ബയാസ്ഡ് അല്ലല്ലോ. നിഷ്പക്ഷമായ ജനങ്ങളുടെ തീരുമാനത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ളതല്ല ഈ എക്സിറ്റ് പോളിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു അധര വ്യായാമം മാത്രമായിരിക്കും. BJPക്ക് വേണമെങ്കിൽ ഒരു 2 ദിവസവും കൂടി കൂടുതലായി ആശ്വസിക്കാം. ശ്രീ CP നാരായണൻ, കേരളത്തെ സംബന്ധിച്ചുള്ള സൂചനകളിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ കൂടി പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാവുന്ന സൂചനകൾ ഈ പ്രവചനത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നു. 15 സീറ്റിലേക്ക് LF 15 സീറ്റ് വരെ നേടാം എന്ന സൂചന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നുണ്ട്. അല്ല, താങ്കൾ ഇങ്ങനെ ഈ സൗജന്യം തരേണ്ട ആവശ്യമൊന്നുമില്ല ലെഫ്റ്റ് ഫ്രണ്ട് അവിടുത്തെ ഇടതു മുന്നണിക്ക്. നമ്മൾ യാഥാർത്ഥ്യം കാണണം. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നടന്ന വോട്ടെടുപ്പ് വരെയുള്ള 42 മണ്ഡലങ്ങളിൽ എന്ത് നടന്നു എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. വ്യത്യസ്ത പാർട്ടികൾക്ക് വ്യത്യസ്തമായ സീറ്റുകളായിരിക്കും കിട്ടുക. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് അവിടെ 15 സീറ്റ് കിട്ടി. അതിനുശേഷം അവിടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വളരെ പിന്നോട്ട് പോയി. അതുകൊണ്ട് ഇപ്പോൾ 15 കിട്ടുന്നത് ആശ്വാസകരമാണ് എന്ന രീതിയിൽ ഉള്ള ഒരു വാദം, അതിന് യാതൊരു രാഷ്ട്രീയവുമില്ല. അത് പയ്യാരം പറച്ചിൽ മാത്രമാണ്. അങ്ങനെയല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ
കഴിഞ്ഞ 2-3 മാസക്കാലമായി പ്രത്യേകിച്ചും വന്ന രാഷ്ട്രീയമായ മാറ്റം, അത് TMCയുടെ കാര്യത്തിൽ, തൃണമൂലിൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും ഇടതുമുന്നണിയുടെ കാര്യത്തിലായാലും BJPയുടെ കാര്യത്തിലായാലും വന്ന മാറ്റം കാണേണ്ടതുണ്ട് നമ്മൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര സീറ്റ് അവിടെ ഇടതുമുന്നണിക്ക് കിട്ടുന്ന നോക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെ കാണേണ്ടത്. CP നാരായണൻ, പശ്ചിമ ബംഗാളിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസ് നേടിയത് 19 സീറ്റാണ്. ഇത്തവണ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് 25 മുതൽ 31 സീറ്റ് വരെ തൃണമൂൽ നേടുമെന്നാണ്. ലെഫ്റ്റിനെ സംബന്ധിച്ച് 7 മുതൽ 11 സീറ്റ്. അപ്പോഴും അത്ഭുതകരമായി 3-ാം സ്ഥാനത്ത് BJP എത്തുന്നു. അവിടെ BJPക്ക് 2 മുതൽ 4 സീറ്റ്, ക്ഷമിക്കണം, 1 മുതൽ 3 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്നാണ് പ്രവചനങ്ങൾ പറയുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ കുറച്ചുകൂടി വിപുലമായ തരത്തിൽ, കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി അവിടെ ഒരു വിശകലനം ആവശ്യമാണ്. അല്ല, ഇത് വരുമ്പോഴാണ് നമ്മൾ ഈ മറ്റേ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്. അവിടെ ശാരദ ചിറ്റ് ഫണ്ടിൻ്റെ അവരുടെ 2500 കോടി രൂപയുടെ വലിയ അഴിമതി നടന്നു. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നാണോ നിങ്ങൾ പോലെയാണ് അവിടുത്തെ വോട്ടർമാരെന്നാണോ നിങ്ങൾ കാണുന്നത്? ഇതിൻ്റെയൊക്കെ ഫലം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അത് തൃണമൂൽ കോൺഗ്രസിനെതിരായിട്ടുള്ള വോട്ടായിട്ട് മാറും. അത് കാണാതെ തൃണമൂല് കൂടുതൽ സീറ്റ് കിട്ടും എന്ന് ഏതെങ്കിലും ചാനൽ പറഞ്ഞാൽ അത് 16-ാം തീയതി വരെ നമുക്ക് പറയാം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതിനെപ്പറ്റി. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനമനുസരിച്ച് തൃണമൂലിനെതിരായ വോട്ട് അത് അവിടേക്ക് BJP കടന്നു കയറിയിരിക്കുന്നു എന്നൊരു സൂചന. 1 മുതൽ 3 വരെ സീറ്റുകൾ അവിടെ BJPക്ക് കിട്ടാം. 19% വരെ വോട്ട് BJPക്ക് പശ്ചിമ ബംഗാളിൽ ലഭിക്കാം എന്നൊരു സൂചന അത് എക്സിറ്റ് പോൾ ഫലങ്ങളിലുണ്ട്. ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ ആ രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. എന്തറിയുമോ, അത് നേരത്തെ ശ്രീ കുര്യൻ പറഞ്ഞതുപോലെയാണ്, അല്ലെങ്കിൽ സുരേഷ് ബാബു പറഞ്ഞതുപോലെയാണ്. മാസങ്ങളായി ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. അത് നമ്മൾ കണ്ടു. ഒരു 3 ആഴ്ച മുമ്പേ ഈ ഈ സർവേ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസി, ആ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ആള് അവരോട് ചോദിച്ച ഒരാളോട് പറയുന്നത്, ചാനലുകളൊക്കെ കാണിച്ചതാണ്, നിങ്ങൾക്ക് എത്ര സീറ്റാണ് വേണ്ടത്, അതിന് നിങ്ങൾ കാശ് തന്നാൽ അതിനനുസരിച്ച് ഫലം ഉണ്ടാക്കാം എന്ന് പറയുന്ന സർവേ നടത്തുന്ന ഏജൻസികളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടതാണ്. അത് ഇന്ന് പറയുന്ന എക്സിറ്റ് പോളിൻ്റെ കാര്യത്തിലും അത് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞ 2 ഏജൻസിയുടെ ഫലങ്ങൾ നോക്കുക, ടൈംസ് നൗവും മറ്റതും. എന്താ വളരെ വലിയ വ്യത്യാസമുണ്ടല്ലോ. എങ്ങനെയാണ് ഒരേ എക്സിറ്റ് പോളാണല്ലോ, റാൻഡമൈസ്ഡ് ആയിട്ട് ഒരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഏത് സ്റ്റേറ്റിലായാലും ഏത് മണ്ഡലത്തിലായാലും വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. അപ്പോൾ ആ റാൻഡമൈസ്ഡ് ആയിട്ടുള്ള സാമ്പിൾ എടുക്കുന്നതിൽ വളരെ വലിയ പക്ഷപാതം കാണിച്ചിട്ടുണ്ട്, അല്ലാതെ ഇത് വരില്ല. തിരിച്ചു വരാം. ശ്രീ വി പി പരമേശ്വരൻ, ഇവിടെ CNN-IBന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തേർഡ് ഫ്രണ്ടിന് 170 സീറ്റാണ് പ്രവചിക്കുന്നത്. UPAക്ക് 92 മുതൽ 102 സീറ്റ് വരെ. ഇവിടെ NDAക്ക് വലിയൊരു മേജർ ഷെയർ കിട്ടും, അവരുടെ ഒരു ഭൂരിപക്ഷം ഇത്തവണ ഉറപ്പാക്കാൻ കഴിയുമെന്ന തരത്തിലാണ് ടൈംസ് നൗവിൻ്റെയും CNN-IBയുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. ഒരു 3-ാം ബദലിനെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം വന്നാൽ അതുമാകാം എന്നൊരു നിലപാട് കോൺഗ്രസ് ഈ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ എടുത്തിരിക്കുന്നു. അതേസമയം ഇത് എത്രത്തോളം വസ്തുതാപരമാണ്, ശ്രീ CP നാരായണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ, ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ, നമുക്ക് മുൻപിലുള്ള ഉദാഹരണങ്ങൾ പോലെ ഇത് എത്രത്തോളം വസ്തുതാപരമാണ് എന്ന കാര്യം സംശയത്തിൽ ഉണ്ട്. ഏതായാലും വോട്ടെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞു. മെയ് 16 നമുക്ക് റിസൾട്ടും വരും. ഈ കാണുന്ന ചാഞ്ചാട്ടങ്ങൾ അത് എങ്ങനെയാണ് രാഷ്ട്രീയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പശ്ചിമ ബംഗാളിലെയും, പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെയും എല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ എവിടെയൊക്കെ അവർക്ക് പിഴച്ചിട്ടുണ്ടാകാം, അത് ഏതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാകും അതിന് പിന്നിൽ? എനിക്ക് 98 മുതലുള്ള ഇലക്ഷൻ കാണുന്ന ഒരാളാണ് ഞാൻ. ആ 98-ലും 99-ലും 2004-ലും 2009-ലുമുള്ള തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ എക്സിറ്റ് പോൾ ആയാലും ശരി, അഭിപ്രായ വോട്ടെടുപ്പായാലും ശരിയായിട്ടില്ല. അതിൽ ഏറ്റവും ഗ്ലാറിംഗ് എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് 2004 ഇന്ത്യ ഷൈനിങ് എന്ന ക്യാമ്പയിൻ നടത്തി BJP
അധികാരത്തിൽ വരാൻ ശ്രമിച്ച തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട്, അവർക്ക് കിട്ടിയ സീറ്റും പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സീറ്റും തമ്മിൽ 100 സീറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ UPAക്ക് കിട്ടിയ സീറ്റും പിന്നെ അതുപോലെ തന്നെ അവർക്ക് പ്രൊജക്റ്റ് ചെയ്ത സീറ്റും തമ്മിൽ 50 സീറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം അതാണ് എക്സിറ്റ് പോളുകളുടെ ഒരു പൊതു സ്വഭാവം. കാരണം അതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പം ഗോപികൃഷ്ണൻ ചോദിച്ചതുപോലെ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം പഠിക്കുന്ന ഒരാൾക്ക് ഇതിങ്ങനെയാവും എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട്. CP നാരായണൻ പറഞ്ഞതുപോലെ തന്നെ ശാരദ ചിട്ടി ഫണ്ട് സ്കാം ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് അത് CBI അന്വേഷണത്തിന് സുപ്രീം കോടതി വിടുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഘടകം ഇതിലുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പിന്നെ മുന്നണിയായി മത്സരിച്ച കോൺഗ്രസും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും രണ്ടായിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ക്യാപിറ്റലില്ലേ. അതോടൊപ്പം തന്നെ BJP, എല്ലാ മാധ്യമങ്ങളും പറയുന്നത് BJP അവിടെ വോട്ട് ഷെയർ കൂട്ടുകയാണെന്നുള്ളത്. അത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണോ BJPക്ക് പോവുക? അല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ടാണോ BJPക്ക് പോവുക? ഇത് നിരീക്ഷിക്കേണ്ടതല്ലേ? കാരണം ഈ രീതിയിലുള്ള ഒരുപാട് ഘടകങ്ങൾ, ഞാൻ പറയുന്നത് എവിടെയാണോ കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കുന്നത് അവിടെയാണ് BJP ഗെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾ രാജസ്ഥാൻ എടുത്താലും ശരി, മധ്യപ്രദേശ് എടുത്താലും ശരി, ഗുജറാത്ത് ആയാലും ശരി, എവിടെയാണോ BJPയും കോൺഗ്രസും മത്സരിക്കുന്നത് അവിടെ BJP ഭയങ്കര നേട്ടമുണ്ടാക്കുകയാണ്. പക്ഷേ ഒരുപാട് പ്ലേയേഴ്സ് ഉള്ള, അതായത് SP-യും BSP ഉള്ള ഉത്തർപ്രദേശ് ആയാലും ശരി, പശ്ചിമ ബംഗാൾ ആയാലും ശരി, അതുപോലെ തന്നെയുള്ള ഒറീസ ആയാലും ശരി, ഇവിടെയൊക്കെ തന്നെ BJPയുടെ ഒരു മുന്നേറ്റത്തെ തടയുന്നുണ്ട്. അവിടുത്തെ പ്രാദേശിക കക്ഷികൾ, അവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തടയുന്നുണ്ട്. പക്ഷേ എവിടെയാണോ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ളത് അവിടെയാണ് BJP ശരിക്കും ഗെയിൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രതിഭാസത്തെ എങ്ങനെ വിശകലനം ചെയ്യണം എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് അതിൻ്റെ ഒരു കോർ ആശയത്തെ, സെക്കുലറിസം എന്ന് പറയുന്ന ആശയത്തെ അവർ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ടുകൾ മറയുന്നത്. കാരണം കോൺഗ്രസ് ആണ് ശരിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സ്വയം പരിശോധനയ്ക്ക്, ആത്മപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടത്. ഒന്ന് റെജുവിനേറ്റ് ചെയ്യാൻ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടും പറയാൻ വേണ്ടി കഴിയും. റൈറ്റ്. ശ്രീ KJ ജേക്കബ്, താങ്കൾ നേരത്തെ സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങിയാൽ വാൾസ്ട്രീറ്റ് ജേർണൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ 5% പോയിന്റ് സൂചികകളുടെ കണക്കെടുത്താൽ 5% വർധന ഉണ്ടാക്കും എന്നാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ, അതിനെ മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ തള്ളിക്കളയുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഈ ഒരു എക്സസൈസ്, അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഒരുപക്ഷെ ഇത്തരം തെരഞ്ഞെടുപ്പിനോ വോട്ടെടുപ്പിനോ രാഷ്ട്രീയ പ്രക്രിയയ്ക്കോ ബാഹ്യമായ ചിലതാകാൻ സാധ്യതയില്ലേ? അങ്ങനെ വരാനുള്ളൊരു സാധ്യത എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വിദേശ ഏജൻസികൾക്ക് അവരുടേതായ ചില കാൽക്കുലേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സെപ്റ്റംബറിലാണ് നമ്മളൊരു കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ സെൻസെക്സ് ഏകദേശം തകർന്നു കിടക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ BJPയുടെ ക്യാമ്പയിൻ കമ്മിറ്റി കൺവീനറായിട്ട് പ്രധാന പ്രചാരകനായിട്ട് നിയമിക്കുന്ന സെപ്റ്റംബറിൽ തുടങ്ങി ഇപ്പം വരെ ഏകദേശം 5000 പോയിൻ്റ് 19,000 പോയിൻ്റായിരുന്നു അന്ന് പിന്നെ സെപ്റ്റംബറിലെ സെൻസെക്സിൻ്റെ മെഷർ. ഇപ്പോൾ അത് 23,500 ഏകദേശം 4,000 പോയിൻ്റ് സെൻസെക്സ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ആ പണത്തിൻ്റെ മുഴുവൻ സോഴ്സ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ്. അവർ പണം നമ്മുടെ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിന് അവർക്കൊരു കാൽക്കുലേഷനുമുണ്ട്. കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു BJP അധികാരത്തിൽ വരുമെന്നും ഒരു ഗുജറാത്ത് മോഡൽ നമുക്ക് ഇന്ത്യയിലേക്ക് അവർ വ്യാപിപ്പിച്ചാൽ, പിന്നെ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഗുജറാത്ത് മോഡൽ ഇന്ത്യയിൽ വ്യാപിപ്പിക്കുകയാണ് എങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിലുള്ള അഡ്വാൻറ്റേജ് ആകും എന്നുള്ളൊരു കണക്കാക്കൽ അതിൻ്റെ പുറത്തുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നാളെയോ മറ്റന്നാളോ ഈ വിപണി തകരുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ രാജീവ് പറഞ്ഞ് ശരിയായേക്കാം. പക്ഷേ അങ്ങനെ ഒരു വളരെ പെട്ടെന്നൊരു കാൽക്കുലേഷൻ്റെ പുറത്തല്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ ലോങ് ടൈം പ്ലെയേഴ്സാണ്. അപ്പോൾ നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് സെപ്റ്റംബർ തുടങ്ങി ഇന്ന് വരെ ഒരു ഓൾമോസ്റ്റ് സ്റ്റഡി ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ നല്ല മൺസൂൺ നമ്മുടെ ഒരു വലിയ ഫാക്ടർ ആയിരുന്നു എങ്കിൽ കൂടി ഇതിൻ്റെ അകത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സാണ്. അവരിതൊരു ലോങ് ടൈം പ്ലാൻ അവർക്കുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ചില കാൽക്കുലേഷൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പിന്നെ വളരെ ടോട്ടലായിട്ട് നമ്മൾ കണക്കാക്കി കഴിയുമ്പോൾ ഇതിൽ
പറയുന്നതും ഒത്തിരി ഡിസ്കൗണ്ട് ചെയ്യേണ്ടി വരുമെന്നുള്ള തോന്നൽ എനിക്കില്ല. എൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്രിട്ടിക്കൽ സ്റ്റേറ്റുകളിലുള്ള മറ്റു ചില ഫാക്ടേഴ്സ് വരെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് ആക്ഷേപം